സിന്ദൂര പൂവെന്ന് പാടാൻ വേണ്ടിയിട്ടാണ് നെറ്റിയിൽ സിന്ദൂരക്കുറിയും തലയിലും ഡ്രസ്സിലൊക്കെ പൂവൊക്കെ വെച്ചിട്ട് വന്നേ. അങ്ങനെയല്ലേ? അതിനൂടാതെ അങ്ങനെ വന്നതാണെങ്കിൽ ഒരു മാച്ച് ഉണ്ട് പാട്ടും ഡ്രസ്സും ഒക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം. വിവേകേട്ടാ, ഭയങ്കര നന്നായിരുന്നു. എന്താ പറയുക, ഇത് ഭയങ്കര ഹൈ ലെവലിൽ തുടങ്ങുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയിലുള്ള പാട്ടാണ്. അപ്പോൾ അതും ഇത്രയും നന്നായിട്ട് ഇവിടെ ഇളയരാജ സാറിൻ്റെ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ആഴത്തിൽ ചെന്ന് ഇറങ്ങി തപ്പി പിടിച്ചെടുത്ത് ഒരു നല്ല മെലഡി ഭയങ്കര നന്നായിട്ട് പാടി, ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ ഭയങ്കര മനോഹരമായിട്ട് പാടി. ഇപ്പോൾ അവരുടെ സപ്പോർട്ടും ഭയങ്കര നന്നായിരുന്നു, കേൾക്കാനും അതുപോലെ അതിമനോഹരമായിരുന്നു. ഈ കുഞ്ഞു വോയിസിൽ ഭയങ്കര നന്നായിരുന്നു. ആ സ്വീറ്റ് ആയിരുന്നു ആ പാട്ട്. ഞാൻ ജനിക്കുന്നതിന് വരെ മുമ്പുള്ള പാട്ടുകളായിരുന്നു. കാരണം ഇത് അത്രയും ഹിറ്റ് മൂവിയാണ്, ഹിറ്റ് സോങ് ആണ്.
എന്തായാലും ഭയങ്കര സൂപ്പർ സെലക്ഷൻ ആയിരുന്നു പാട്ടിന്റെ. ആയിട്ടുള്ള കാര്യം ഒന്നും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ചെറുപ്പക്കാരനാണെന്ന് കാണിക്കാനല്ലേ പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? മോള് തന്നെയാണോ സെലക്ട് ചെയ്തത്? അല്ല, എല്ലാരും കൂടി ചേർന്ന് എല്ലാരും കൂടി എന്ന് പറഞ്ഞാ? അച്ഛനും അമ്മയും എല്ലാവരും. അച്ഛനും അമ്മയും ഇത് പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോ എന്തോ തോന്നി? ഇത് മോക്ക് പാടാൻ പറ്റും എന്ന് തോന്നിയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? തോന്നി, കാരണം പിന്നെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പം ഇഷ്ടപ്പെട്ട പാട്ടുകൾ വളരെ മോള് വളരെ ഇൻവോൾവ് ചെയ്ത് വളരെ കാര്യമായിട്ടിരുന്ന് പഠിച്ച് അത് എടുക്കാറുണ്ട്. ഒരു ചലഞ്ചിങ് ആയിട്ട് ഞങ്ങൾ എടുത്തു. അങ്ങനെ മോളും അത് കാര്യമായിട്ട് പഠിച്ചെടുത്തു. അത് അമ്മയുടെ അടുത്തിരിക്കുന്നത് ആരാണ്? ചേച്ചിയാണോ? ചേച്ചി എന്ത് ചെയ്യാ? ഞാൻ 10th പഠിക്കാം. ചേച്ചിയുടെ പേരെന്താന്ന് ഞാൻ പറയട്ടെ, ജ്യോതി ലക്ഷ്മി ആണോ? ലക്ഷ്മി അടുത്തിരുന്ന ചോദിച്ചതൊക്കെ മനസ്സിലാക്കി. എന്നോടൊന്ന് ഹായ് പറയാൻ പറഞ്ഞിരുന്നേ. ഓഹോ, ഇതാണ് ഹായ് പറയാൻ ഇൻസിഡന്റ് ലക്ഷ്മിയാണോ ഇത്? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. എന്റെ ചേച്ചിക്ക് ഒരു ഹായ് കൊടുക്കുക ചേച്ചി. ഞാനോ? ഒരു 3 ദിവസം ലക്ഷ്മി ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ പേരെന്താണ്? ഇടയ്ക്ക് മറന്നു. ജ്യോതിലക്ഷ്മിക്ക് എന്റെ ഒരു ഹായ്. എനിക്ക് നാടോ അതൊക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ കൊച്ചിന്റെ മൈക്ക് മേടിച്ചെന്തിനാ? ഹായ് പറയാൻ. ഹായ് ശരിയല്ലേ? മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ചേച്ചി പാട്ട് പാടുവോ? പാടുവോ? ഒരു 2 വരി മൂളിക്ക്. ഒരുമിച്ച് പാടാം. ഒരുമിച്ച്. പാടിയത് രാജാ സാറിന്റെ ഒരു പാട്ടാണ്. ഒരു രാജാ സാർ ഫാൻ കുടുംബം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര നന്നായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത റൗണ്ട് വീണ്ടും കാണാം. എവിടെ പോണ്? ഞങ്ങളൊന്നും പറയണ്ടേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞു സ്വയം. അടിപൊളിയായിരുന്നു പോലെ. നന്നായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. അതല്ലല്ലോ, ഓക്കെ. അത് അടുത്ത സൗഭാഗ്യ ചേച്ചിയും മാളു ചേച്ചിയും അമ്മു ചേച്ചിയും എന്താണ് പറയാനുള്ളതെന്ന് പറയൂ. മോളെ നന്നായി പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫിലിം എൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിമാണ്. അതുപോലെ ഈ സോങ്ങിൽ ശ്രീദേവി മാം ഭയങ്കര ക്യൂട്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു നോട്ടി ഫേസ്, ആ ഒരു 16 വയസ്സിൻ്റെ ആ ഒരു എല്ലാ ബ്യൂട്ടിഫുൾ ഫീലിംഗ് പോർട്രേ ചെയ്യുന്ന ഒരു വിഷ്വലും കൂടിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ സോങ് അതിനനുസരിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ കമ്പോസിഷൻ, സിംഗിങ് എല്ലാം. അത് മോള് വളരെ നന്നായിട്ട് പാടി. ഒരു ഫേമസ് സോങ് ഉണ്ട്, താലിയെ തേവയില്ല നീതായേം പൊഞ്ചാതി. അതിലെ ആ സോങ് പാടിയത് രാജസ്ഥാന്റെ മോളാണ്. ആ വോയിസ് ആയിട്ട് എനിക്ക് ഭയങ്കര റിസംബ്ലൻസ് തോന്നി മോൾക്ക്. ഭവതാരിണിയുടെ വോയിസിന് നല്ല റിസംബ്ലൻസ് ഉണ്ടായിരുന്നു മോൾ. സോ അത്രയും ക്യൂട്ടായിട്ട് മോള് പാടിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. വെരി ഗുഡ് മോളെ. സോ നിങ്ങൾ 2 പേരും പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രിയ സിസ്റ്റേഴ്സ് ഒക്കെ പോലെ നമുക്ക് ലക്ഷ്മി സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഫ്യൂച്ചറിൽ അറിയപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അമ്മു, ശ്രുതിക്കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോളെ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് പാടി. ഇവർ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് ശ്രുതിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. എത്ര റിസ്ക് ഉള്ള പാട്ടാണെങ്കിലും മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് പാടും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് പാടി മോള്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആയിട്ട് വരാം. ഓക്കെ? ചേച്ചി നന്നായിട്ട്, ചേച്ചി അനിയത്തിയും കൂടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു തന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും 3 പേരുടെയും കമന്റ്സ് നമ്മൾ കേട്ടു. നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്. അടുത്ത പെർഫോമൻസ് ഇതിനും ഗംഭീരാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.